Following particulars are furnished to you. Sales എത്രയാ വന്നത് 25,000 യൂണിറ്റ് ആണ് at the rate of 10 per unit. Then variable cost 4 per unit ആണ്. Fixed cost വന്നിട്ടുണ്ട് 25,000 ആണ്. നമ്മളോട് പറഞ്ഞത് it has been proposed to reduce the sales price of product by 20%. ഇപ്പൊ സെയിൽസ് പ്രൈസ് ഉള്ള എത്രയാണ് 10 രൂപയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം 20% നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനു മുൻപ് കാൽക്കുലേറ്റ് പ്രസന്റ് പി വി ആർ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഉള്ള പി വി റേഷ്യോ എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, പ്രസന്റ് പി വി ആർ നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ ആൻഡ് സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ പ്രസന്റ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ ഇപ്പൊ എത്ര പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ അറിയണം. ഏത് സെയിൽസിൽ 25,000 യൂണിറ്റ് 10 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റ് നമ്മൾ 20% കുറച്ചാലുള്ള സെല്ലിംഗ് പ്രൈസിൽ വിൽക്കുമ്പോൾ എത്ര യൂണിറ്റ് വിൽക്കണം ഇപ്പോഴുള്ള പ്രോഫിറ്റ് കിട്ടാൻ, അതും കൂടിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇപ്പോഴുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതാണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആദ്യം നമ്മൾ സെയിൽസ് എഴുതും അല്ലെ. സെയിൽസ് അപ്പൊ സെയിൽസ് വരുന്നത് 25,000 ഇൻറ്റു 10 ആണ് അല്ലെ. 25,000 ഇൻറ്റു 10 എത്ര വരും? 2,50,000 അല്ലെ. 2,50,000 ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് നിങ്ങൾ പറ, വേരിയബിൾ കോസ്റ്റ് എത്ര ഉണ്ടാവും? 25,000 ഇൻറ്റു 4 വരും അല്ലെ. 4 വരും, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 4 ആണ്. എത്ര വരും? 1 lakh വരും. ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. എത്ര? 1,50,000. 2,50,000 മൈനസ് 1 lakh. ഓക്കെ, കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി പ്രോഫിറ്റ് അറിയണം, എന്ത് കുറയ്ക്കണം ഇതിൽ നിന്ന്? ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യണം. ലെസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാ തന്നിരിക്കുന്നത്? 25,000. ഓക്കെ, എത്ര കിട്ടി? 1,25,000 ആണ് എന്ത്? പ്രസന്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെ. പ്രസന്റ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ, ഈ 1,25,000 നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് വിൽക്കണം ഈ 1,25,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ? ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ഡിസൈഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രസന്റ് പി വി ആർ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പി വി ആർ കണ്ടൂടെ? പി വി ആർ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു പി വി ആർ? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലെ. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 6/10 അല്ലേ. 6/10 ഇൻറ്റു 100 എത്ര വരും? 60% വരും. പി വി ആർ എത്ര വരും? 60%. ഓക്കെ, കോൺട്രിബ്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാല്യൂ എടുത്തിട്ട് ചെയ്ത് നോക്കട്ടോ. ഇതും എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എങ്ങനെ? പി വി ആർ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ എത്രയാ? 1,50,000 ഡിവൈഡ് ബൈ സെയിൽസ് എത്രയാ? 2,50,000. ഇത് വേണേ നിങ്ങൾക്ക് എടുത്ത് ചെയ്ത് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കിയേ, സെയിം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ. 1,50,000 divided by 2,50,000 into 100. യെസ്, 60% കിട്ടുന്നില്ല. യെസ്, ഇത് എന്താണ്? 60% ആണ് കിട്ടുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. വേരിയബിൾ കോസ്റ്റ് 4 ആണെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് 10 ആണെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, ശരി. ഇനി നമ്മള് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പി വി റേഷ്യോ കണ്ടുപിടിക്കാം. ഫ്യൂച്ചർ പി വി റേഷ്യോ പി വി ആർ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? സെല്ലിംഗ് പ്രൈസ് കുറയും, ശരിയല്ലേ? അപ്പൊ ഹിയർ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 20% ഓഫ് 10 ഈസ് ഈക്വൽ ടു 2 അല്ലെ. 2 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 8 രൂപയായിരിക്കും പുതിയ സെല്ലിംഗ് പ്രൈസ്. സംശയം ഉണ്ടോ? 10 രൂപയുടെ 20% കുറയ്ക്കുക പറഞ്ഞാൽ 2 രൂപ കുറയ്ക്കുക, 8 രൂപ കിട്ടി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ അല്ലേ.
സെയിൽസ് എത്രയാ 8 ആണ്, -4 ഇസിക്കൽ ടു 4 ആയിരിക്കും എന്ത് കോൺട്രിബ്യൂഷൻ പറയുന്നത്. അപ്പൊ പുതിയ പി വി റേഷ്യോ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 4/8 ഇൻറ്റു 100. അപ്പൊ 4/8 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും, 50%. ഓക്കെ, ഇത് പ്രസന്റ് പി വി റേഷ്യോ, ഇത് ഫ്യൂച്ചറിലെ പി വി റേഷ്യോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സെയിൽസ് കിട്ടണമെങ്കിൽ 1,20,000 സെയിൽസ് അല്ല പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എത്രയ്ക്ക് വിൽക്കണം. അതിന്റെ ഇക്വേഷൻ സെയിൽസ് റിക്വയർഡ്, ഓക്കെ, സെയിൽസ് റിക്വയർഡ് ടു ഗെറ്റ് പ്രോഫിറ്റ് ഓഫ് 1,25,000 is equal to fixed cost plus desired profit. എത്രയാ, 1,25,000 അല്ലേ, 1,25,000, 1,20,000 വോളിയം റെക്കോർഡ് ആണ് ചോദിച്ചത്, എമൗണ്ട് അല്ല. സെയിൽസ് 1,25,000 ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പി വി റേഷ്യോ വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഇത് തന്നെ വെച്ച് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് വന്നിരിക്കുന്നത് 25,000 ആണ് അല്ലെ, 25,000 പ്ലസ് 1,25,000 ഡിവൈഡ് ബൈ 6. ഓക്കെ, അല്ല സോറി, ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ അല്ലേ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കോൺട്രിബ്യൂഷൻ. ഇത് മാറ്റി കഴിഞ്ഞാൽ 8 ആക്കി കഴിഞ്ഞാലുള്ള കോൺട്രിബ്യൂഷൻ എത്രയാ, 4 അല്ലേ വരുന്നത്. കോൺട്രിബ്യൂഷൻ എത്രയാ, 4 അല്ലേ. ആ ഫ്യൂച്ചറിൽ പ്രസന്റിലെ പ്രോഫിറ്റ് വേണമെങ്കിൽ എത്രയ്ക്ക് വെക്കണം എന്നല്ല ചോദിച്ചത്. അപ്പൊ ഫ്യൂച്ചറിലെ കോൺട്രിബ്യൂഷൻ എടുക്കേണ്ടത് 4 എടുത്തു ഇൻറ്റു സെയിൽസ് എത്രയാ, 8. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2,25,000 പ്ലസ് 1,25,000 ഡിവൈഡ് ബൈ പി വി റേഷ്യോ അപ്ലൈ ചെയ്യാം. ഏത് പി വി റേഷ്യോ, 50%. അതായത് എന്ത് എങ്ങനെ വരും, 25ഉം 1,25,000 1,50,000 വരും അല്ലെ. 1,50,000 ഡിവൈഡ് ബൈ 50% വരും എന്ന് പറഞ്ഞാൽ 3 lakh ഉണ്ടാവും. ആൻസർ എത്രയായിരിക്കും, 3 lakh ആയിരിക്കും. ഇത് വർക്ക്ഔട്ട് ചെയ്താൽ എത്ര കിട്ടും, 3 lakh എന്ന് പറഞ്ഞാൽ 3 lakhന് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും പ്രോഫിറ്റ്, 1.25 അല്ലെ, അതായത് 1,25,000 കിട്ടും. നിങ്ങൾ നേരത്തെ എത്രയ്ക്ക് വിറ്റാൽ മതിയായിരുന്നു, 2.5 ലക്ഷത്തിന് വിറ്റാൽ എത്ര കിട്ടിയിരുന്നു, 1.25 കിട്ടിയിരുന്നു അല്ലെ. കാരണം അതപ്പോ സെല്ലിംഗ് പ്രൈസ് എത്രയാ, 10 രൂപയാണ്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ 8 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എത്രയ്ക്ക് വിൽക്കണം, 3 ലക്ഷത്തിന് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ 1,25,000 പ്രോഫിറ്റ്. ഓക്കെ ആണോ?